4K ഇറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആക്ച്വലി ഞാൻ അഭിനയിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് വളരെ മാണിക്യം ധർമ്മദത്തം നമ്പൂതിരി ക്യാരക്ടർ ചെയ്തിരുന്നത്. അപ്പോൾ അത് അന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ദൃശ്യമികവോടെ ശബ്ദ സംവിധാനത്തോടെ കാണുമ്പോൾ വലിയ സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, ഇങ്ങനെ ഒരു റീ റിലീസ് പ്രതീക്ഷിച്ചല്ല. പിന്നെ എനിക്ക് മമ്മൂക്കയുടെ 3 ഗെറ്റപ്പും ഗംഭീരമല്ലേ, അത് വീണ്ടും കാണാൻ പറ്റി. നല്ല ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും നല്ല വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി എല്ലാം അടിപൊളി. നമ്മൾ ഒരുപാട് തവണ കണ്ട സിനിമയാണ്. 4K വരുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ക്ലാരിറ്റി ഒക്കെ എങ്ങനെയായിരുന്നു? തിയേറ്ററിൽ കാണാൻ അത്രയ്ക്ക് ഒരു അടിപൊളിയായിരുന്നു. അതെ, ബിക്കോസ് ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ 4K കൂടെ ആകുമ്പോൾ 4K ഗംഭീരം. മമ്മൂക്കയുടെ 3 വേഷം നമ്മൾ എത്ര പ്രാവശ്യം കണ്ട പടമാണ്, പക്ഷേ ഇത്തവണ കണ്ടപ്പോഴും പ്രത്യേക ഒരു സുഖമുണ്ട്. അതിൻ്റെ സൗണ്ട് സിസ്റ്റം കാണാൻ ഒരു സീൻ കൂടെ ബോറടിയില്ല. തകർത്ത് വാരിയിട്ടുണ്ട്. ഇനി വന്നാലും ഇനിയും കാണും. കാരണം ഈ പടമൊക്കെ ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല. 2010 മികച്ച നടനുള്ള അവാർഡ് നമുക്ക് കിട്ടിയത് ഈ പടത്തിലൂടെയാണ്, മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അഭിനയ പ്രതിഭ ഈ എത്ര പടം അഭിനയിച്ച് ഇനിയിപ്പം ഒരുപാട് പടം ഇനിയിപ്പോൾ ഇത് റീ റിലീസ് വന്നാലും ഞങ്ങൾ കാണാൻ കയറാൻ ഞങ്ങളെപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ലെങ്ത് കുറച്ചിട്ടുണ്ടോ സിനിമയുടെ? ലെങ്ത് എന്തോ കുറച്ച് മാറിയിട്ടുണ്ട്, ഡ്രിം ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്, മനസ്സിലായില്ല. പക്ഷെ അത് പടത്തിൽ ഞങ്ങൾക്ക് ഫീലൊന്നും ചെയ്തില്ല. കാരണം കാണാൻ പോലും അഞ്ജലി തിയേറ്റർ ഇവിടെ താഴെ, ഇതേ തിയേറ്ററിൽ തന്നെയാണ് അഞ്ജലി തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഏരിയസ് പ്ലസ് ആയിട്ടില്ല, നോർമൽ തിയേറ്റർ ആയിരുന്നു. വലിയേട്ട ഇറങ്ങാൻ പോകണം. അപ്പോൾ വലിയേട്ട സുഖമായിട്ട് കാണും, സംശയമേ വേണ്ട. വലിയേട്ടൻ ഒരുപാട് കണ്ടതാണ്. ആദ്യം വന്നപ്പോൾ ഒരുപാട് കണ്ടു, ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം 4K സൗണ്ടിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആയിട്ടുണ്ടാവും, ഷുവർ. ചേട്ടാ എങ്ങനെയുണ്ട്? റിലീസ് ദിവസം ഇതേ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യമല്ലോ, പുതിയ റിലീസല്ല. പക്ഷേ ഇതൊരു 4K വരുമ്പോഴുള്ള ഒരു പുതുമ, ഒരു നമുക്ക് ചിത്രം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് റിലീസ് 4K വരുന്നത്. അപ്പോൾ അത് ഈ ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹം. ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കലി അടിപൊളിയായിട്ട് എൻ്റെ 4K മാസ്റ്ററിങ്, എൻ്റെ സൗണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുടെ അഭിനയം കാണാൻ വേണ്ടിയാണ് വീണ്ടും വന്നത്. 3 കഥാപാത്രങ്ങൾ, 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ്റെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് പാലേരി മണി. അത് വീണ്ടും സ്ക്രീനിൽ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത്. ചേട്ടാ ആഗ്രഹം നമുക്ക് പറയാൻ ചേട്ടന് ഇനി ഒരു റീ റിലീസ് വരണം, ചേട്ടൻ ഏതാണ് കാണാൻ ആഗ്രഹിക്കണം ഒരു പടം എന്ന് പറയും? റീ റിലീസുകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ചേട്ടാ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടം, കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മമ്മൂക്കയുടെ പടം പറയുകയാണെങ്കിൽ എനിക്ക് ജോണി വാക്കർ കൗരവ്, ഈ 2 പടം റിലീസ് ആണെന്ന് അറിയുകയാണ്. ആ ടൈം എന്ന് വെച്ചാൽ 2009 ഇവിടെ പണ്ട് അഞ്ജലി തിയേറ്ററായിരുന്നു, അന്ന് കണ്ടതാണ്. അന്ന് കണ്ട ശേഷം ഇപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ പുതിയൊരു പടം റിലീസായ കണക്ക് ഒരു അതെന്ന് വെച്ചാൽ സൗണ്ടും കാര്യങ്ങളും അതും ഇതുമെല്ലാം വളരെ ഗംഭീരമായിരിക്കുന്നു. കാരണം ഇനിയും കാണണം ഒരു ആഗ്രഹം. കാരണം വെച്ചാൽ അത് അത്രയ്ക്ക് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ആയാലും കാര്യം നല്ല പഴയ പുതിയ റിലീസായി കണ്ട കണക്കത്തെ ഒരു ഫീലിംഗ്. അത് മമ്മൂക്കാരുടെ അഭിനയം, സൗണ്ട് കാര്യങ്ങളെല്ലാം അത് ഒരു രക്ഷയില്ലാത്തത്. അതാണ് നമ്മൾ വലിയേട്ട സിനിമ ഇതാകുന്നുണ്ട്, അത് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഇതാകുന്നു.